ഇപ്പോൾ നമ്മോടൊപ്പം റിട്ടയർഡ് SP ശ്രീ TK രാജ്മോഹൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ, ഇപ്പോൾ വീണ്ടും കുന്നംകുളം പോലീസ് മർദ്ദനം നടന്നിരിക്കുകയാണ്. ഈ CPM അടക്കം ആരോപിക്കുന്നത് ഇപ്പോൾ പോലീസ് ഗുണ്ടകളാണ്, അല്ലെങ്കിൽ ഗുണ്ടാ പ്രവർത്തനം നടത്തുകയാണ് ഈ ഒരു കുന്നംകുളം പോലീസ് എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ പോലീസ് സേനയിൽ ഇത്തരം ഒരു ഗുണ്ടാ പ്രവർത്തനം അല്ലെങ്കിൽ ഗുണ്ടകളെ പോലെ പ്രവർത്തിക്കുന്നുണ്ടോ ഈ ഒരു പോലീസ് സേന? സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് പോലീസിനകത്ത് ചില ആൾക്കാർ ഇങ്ങനെ ഗുണ്ടാപ്രവർത്തനം നടത്തുന്നതൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന പരാതിയാണ്. അപ്പൊ പരാതിയിൽ എന്തോ വാസ്തവം ഉണ്ടായിരിക്കും, അല്ല അങ്ങനത്തെ ഒരു അഭിപ്രായം വരില്ലായിരിക്കും. പക്ഷെ പൊതുവെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊന്നും അങ്ങനെ ഗുണ്ടകളൊന്നുമല്ല. അവരൊക്കെ നിയമപരമായി കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആൾക്കാരനാണ്. പിന്നെ രാഷ്ട്രീയ പാർട്ടിക്കാർ അവരെ താല്പര്യത്തിനനുസരിച്ച് ഗുണ്ട അല്ലാതാക്കും. അത് സാധാരണ നമ്മൾ കണ്ടുവരുന്നതാണ്. അതുകൊണ്ട് കേരള പോലീസിലെ എല്ലാവരും നല്ല ആൾക്കാരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ച് ആൾക്കാർ എല്ലാ മേഖലയിലും മാതിരി പോലീസിലും അത്തരത്തിലുള്ള ഒരു ജീർണത കാണുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷെ ഈ രാഷ്ട്രീയക്കാർ അവരവരെ താല്പര്യത്തിനനുസരിച്ചിട്ടാണ്. ഏരിയ ലോക്കൽ കമ്മിറ്റി മെമ്പർക്ക് അടി കിട്ടിയപ്പോൾ അയാൾ പറയാണ് ഇത് പോലീസ് മുഴുക്ക ഗുണ്ടകളാണെന്ന്. അതേസമയം കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ്സുകാർ കിട്ടുമ്പോൾ അവർ പറയും അല്ല, പോലീസ് മുഴുക്ക ഗുണ്ടകളാണെന്ന് പറയും. ഇതൊക്കെ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഇംബാലൻസ് കൂടി കാര്യങ്ങൾ ഒരിക്കലും കാണരുത്. നമുക്കിപ്പോൾ പോലീസിന്റെ അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. പോലീസ് എന്താണ് ചെയ്തത്? സാധാരണ ലോ ആൻഡ് ഓർഡർ ഒരു പോലീസ് ലോ ആൻഡ് ഓർഡർ മേഖലയിൽ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ചില സമയം എക്സസ് ഉണ്ടാവും. അത് അറിയാതെ ആയിരുന്നു സാധനം ഉണ്ടാകുക. അറിഞ്ഞുകൊണ്ട് എക്സസ് ഉണ്ടാകുക വളരെ കുറവാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ടുണ്ടാവുന്നതാണ് നമ്മൾ ഗുണ്ടായിസം എന്ന് പറയുന്നത്. അതായത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഒരാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അടിച്ചൊരു സംഭവം ഉണ്ടായി. അത് CCTV പതിഞ്ഞു. അതാണ് ഗുണ്ടായിസം. അല്ലാതെ ഒരു പൊതുസ്ഥലത്ത് ഒരു ലോ ആൻഡ് ഓർഡർ ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുമ്പോൾ എക്സസ് അറിഞ്ഞോ അറിയാതെ വരുന്ന എക്സസ് ആണെങ്കിൽ നമുക്കൊരിക്കലും അത് പിന്നെ പോലീസ് ഈ ആക്ട് ചെയ്യുമ്പോഴുള്ള സംഭവത്തിൽ വരുന്ന കാര്യങ്ങളായിരിക്കാം. അതല്ലാതെ അറിഞ്ഞുകൊണ്ടാണ് ആരെങ്കിലും ഇപ്പൊ ഇവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പർ അവനെ പേര് പറഞ്ഞാൽ അത് നോക്കി അവനെ അടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പൊ അത് പോലീസിന്റെ ഭാഗം കൂടെ അറിയാതെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ പൊതുവെ നമുക്ക് പറയാം, പോലീസിൽ ഇങ്ങനെയുള്ള ഗുണ്ടാ പ്രവൃത്തി പാടില്ല. അത്തരത്തിലുള്ള ഗുണ്ടകൾ ഉണ്ടെങ്കിൽ അവരെ നടപടിയെടുത്ത് പോലീസ് മാറ്റി നിർത്തണം. പക്ഷെ മെജോറിറ്റി ഓഫ് ദ പോലീസ് ഫോഴ്സിൽ അങ്ങനെ നല്ല ഉദ്യോഗസ്ഥന്മാരാണ്. അവർ നിയമം പരിപാലിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള എക്സസ് ഉണ്ടാകാറില്ല. അപ്പൊ ഇത്തരത്തിൽ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരള പോലീസിൽ നല്ല ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ നിരന്തരമായി പരാതികൾ വരുന്ന ഒരു സ്റ്റേഷൻ തന്നെയാണ് കുന്നംകുളം സ്റ്റേഷൻ. ഇപ്പോൾ കുന്നംകുളം സ്റ്റേഷനിൽ ഇതിനു മുമ്പും അല്ലെങ്കിൽ കഴിഞ്ഞ വർഷവും ഇതേ തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായിരുന്നു. എന്നിട്ട് കേസ് നൽകിയിട്ട് പോലും നടപടികളൊന്നും സ്വീകരിച്ചില്ല. നിരന്തരമായി കുന്നംകുളം ടൗണിലൊക്കെ തന്നെ വൈകിട്ട് 10 മണി രാത്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസുകാരുടെ ഒരു വിളയാട്ടമാണ് നടക്കുന്നത്. അല്ലെ, പോലീസുകാരിറങ്ങി വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ വഴിയെ പോകുന്നവരെ അടിക്കുന്നു എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ആരോപിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയൊക്കെ വേണ്ടതല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഒരു പോലീസിന് എക്സസ്, അതായത് സൊസൈറ്റിയോട് എക്സസ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി പോലീസിന് യാതൊരു അവകാശവും അധികാരവും ഇല്ല. തീർച്ചയായിട്ടും. പക്ഷെ പോലീസ് ലോ ആൻഡ് ഓർഡർ മേഖലയിൽ പ്രവർത്തിക്കുമ്പോഴുള്ള സാമാന്യമായ ചില കാര്യങ്ങൾ അത് പൊതുവൽക്കരിക്കാതെ, അതിൽ ചില കാര്യങ്ങൾ മാത്രം പൊളിറ്റിക്കലായി കാണാതെ അത് പോലീസിന്റെ ഒരു ആക്ഷൻ ആയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യത്യാസം മനസ്സിലാവും. അപ്പൊ ആ വ്യത്യാസം മനസ്സിലായിക്കൊണ്ട് നമുക്ക് പോലീസിനെ കുറ്റം പറയാം. കാരണം ഇപ്പോൾ കുന്നംകുളം പോലീസിനെ കുറിച്ച് പരാതി നേരത്തെ വന്നിരുന്നു. പക്ഷെ അതിനുശേഷം അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ മാറ്റി അവിടെ വേറെ പുതിയ ആൾക്കാരായിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരും അത്തരത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ എവിടെ എന്തോ പെശകുണ്ട്. അല്ലാതെ ഈ പോലീസിനെ മൊത്തത്തിൽ അടിച്ച് ആക്ഷേപിക്കുന്നതിന് എനിക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ ലോ ആൻഡ് ഓർഡർ പോലീസ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ചിലപ്പം കുന്നംകുളം ടൗണ് രാത്രി ഇത്തരത്തിൽ ഈ ആന്റി സോഷ്യൽ എലിമെന്റ്സ് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പോലീസ് ചില സമയം ചില സമയം കുറച്ച് ഫോഴ്സ് ഒക്കെ ഉപയോഗിക്കും. അത് സ്വാഭാവികമാണ്. അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതൊക്കെ നമ്മൾ കാണേണ്ടത് പോലീസിന്റെ ചില ലോ ആൻഡ് ഓർഡർ ആക്ഷൻ പൊതുജനങ്ങൾക്ക് അവരുടെ നിയമ സംവിധാനത്തിന് സഹായിക്കാനാണെങ്കിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അതല്ല, അത് നിയമവ്യവസ്ഥയെ സഹായിക്കാനല്ല, പോലീസിന്റെ ഒരു ഗുണ്ടാ പ്രവൃത്തി മാതിരിയാണെങ്കിൽ നമ്മൾ അതിനെ കുറ്റം പറയണം. അപ്പോൾ ഓരോ സംഭവങ്ങളും അങ്ങനെ അപഗ്രഥിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പോലീസ് ആക്ഷനിൽ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ പോലീസ് രാത്രി അത്തരത്തിലുള്ള ആക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അതല്ല, പോലീസ് അവരെ താല്പര്യത്തിന് വേണ്ടി ചില കാര്യങ്ങൾ മാത്രമായിട്ട് ചില പൊളിറ്റിക്കൽ താല്പര്യം അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ താല്പര്യം വെച്ച് എക്സസ് കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, വയലൻസ് കമ്മിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
ഇതിപ്പോൾ ഇത്തരം ഓരോ കേസുകളൊക്കെ വരുന്ന സമയത്ത് ഇത്തരം ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ജനങ്ങളെ സേവിക്കുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. സാറ് പറഞ്ഞതുപോലെ തന്നെ അതിപ്പോൾ ഈ ഇത്തരം ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ചില പോലീസുകാർ ഈ ഇത്തരം പോലീസ് സേനയെ തന്നെ മോശമായി ചിത്രീകരിക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് പോലീസ് മാത്രം ഈ ഗുണ്ടകൾ അല്ലെങ്കിൽ ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ഈ മിസ്ഫിറ്റായ ആൾക്കാർ പോലീസിലുണ്ട്. എല്ലാ സമൂഹത്തിലും എല്ലാ സ്ഥലത്തുണ്ട്. ഇപ്പം അധ്യാപകന മേഖലകളുണ്ട്, ഡോക്ടർ മേഖലകളുണ്ട്, എഞ്ചിനീയർമാരുടെ മേഖലകളുണ്ട്, പത്രക്കാര മേഖലകളുണ്ട്. എല്ലാ മേഖലകളിലും ഈ ഒരു ഫ്രിഞ്ച് എലിമെന്റ്സ്, അതായത് ഈ ചില ക്രോസ് സെക്ഷൻ, നമ്മുടെ സൊസൈറ്റിയുടെ ക്രോസ് സെക്ഷനാണ് പോലീസ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു മൈനോറിറ്റി ഇതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവരെ കണ്ടുപിടിച്ച് പുറത്ത് കളയേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും പോലീസിലെ മേലുദ്യോഗസ്ഥന്മാർക്കും പിന്നെ സർക്കാരിനുമാണ്. അത് പ്രോപ്പറായി ചെയ്യണം. അത് ചില സമയങ്ങളിൽ ചെയ്യുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട്. അത് പൊളിറ്റിക്കൽ കാരണം ഉണ്ടാവും, അല്ല മറ്റു പല ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ വല്ല ബന്ധങ്ങൾ കാര്യങ്ങൾ വെച്ചിട്ട് അത്തരത്തിലുള്ള ആൾക്കാരെ ഈ ഫോഴ്സിൽ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കുന്നത്. അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഫോഴ്സായിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പോലീസായിട്ട് കേരള പോലീസ് തീർച്ചയായും മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ ചില പോലീസുകാർക്ക് ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള, ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ പൊളിറ്റിക്കലി അത് അവർ എടുത്ത് അല്ലെങ്കിൽ അങ്ങനെ അത്തരം രീതിയിൽ പെരുമാറുന്ന ചില പോലീസുകാരുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പോലീസുകാരെ ഈ ഒരു സേനയിൽ നിന്നു പോകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടിയൊക്കെ എടുക്കേണ്ടതില്ലേ? ഈ ഒരു പൊളിറ്റിക്കലി ഉള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും പ്രവർത്തിക്കുന്ന ചില പോലീസുകാരുണ്ടെന്ന് സാറിനും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും 65,000-ഓളം പോലീസുകാരാണ് ഈ നമ്മളെ കേരള പോലീസിലുള്ളത്. 60,000 to 65,000-ഓളം പോലീസുള്ള സംവിധാനത്തിൽ തീർച്ചയായിട്ടും ഒരു 1%, 2% ഇത്തരത്തിൽ പൊളിറ്റിക്കൽ ബോസസ്മാരുടെ കീഴിൽ അവരുടെ ഏജന്റുമാരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് കാലാകാലങ്ങളായി വരുന്ന ഭരണത്തിന്റെ ആൾക്കാരുടെ അവരുടെ കൂട്ടത്തിൽ മൂവ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പൊ അവരെ മാറ്റി നിർത്താൻ വേണ്ടി ആ പൊളിറ്റിക്കൽ സംവിധാനം തന്നെ സർക്കാർ അതിന് തയ്യാറാവണം. അത് തയ്യാറാവാത്ത കാലത്തോളം നമുക്ക് ഇത്തരത്തിലുള്ള ഗുണ്ടാ പ്രവർത്തികൾ പോലീസ് ചെയ്തു എന്നുള്ള പരാതി നിരന്തരം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ആൾക്കാരെ കണ്ടെത്തി പുറത്താക്കേണ്ട ഉത്തരവാദിത്വം ഇതിന്റെ മേലെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരും സർക്കാരിന്റെ ഈ ഹോം ഡിപ്പാർട്ട്മെന്റുമാണ്. അവര് ഈ പൊളിറ്റിക്കലൊക്കെ ബയസൊക്കെ മാറ്റിവെച്ച് അല്ലെങ്കിൽ മറ്റ് ഇൻഫ്ലുവൻസ് ഒക്കെ മാറ്റിവെച്ചിട്ട് ഇത്തരത്തിലുള്ള ആൾക്കാരെ വീഡ് ഔട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു സംവിധാനം ഉണ്ടായി എന്ന് പറയാൻ പറ്റുള്ളൂ. അതിൽ ആ പൊളിറ്റിക്കൽ ബോസസ്, അവരുടെ പൊളിറ്റിക്കൽ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവര് ആരാ സപ്പോർട്ട് ചെയ്യുന്നത് അവരെ നടപടിയെടുത്ത് അവരെ ഈ നമ്മുടെ ഫോഴ്സിൽ നിന്ന് തന്നെ ഈ കേരള പോലീസ് തന്നെ മാറ്റി നിർത്തി മുന്നോട്ട് പോകണം. അതിന് നമ്മുടെ സർക്കാരും പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും തയ്യാറായാൽ നമുക്ക് ഒരു പരിധി വരെ ഇത് കൺട്രോൾ ചെയ്യുമെന്ന് പറയാൻ പറ്റും. അതിന് തയ്യാറാവണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.